നമസ്കാരം. അവസാനം ജയരാജന് പണി കിട്ടുമെന്ന് ഉറപ്പായി. പി ജയരാജൻ്റെ പണി പോകും എന്നതിന് സംശയമില്ല. അതായത് അദ്ദേഹം ഈ BJPയിലൊക്കെ ചേർന്ന് കാവികെട്ടിൻ സഖാവ് ജയരാജൻ ആലോചന നടത്തി എന്നുള്ള കാര്യം CPM നേതൃത്വത്തിന് മുൻപേ തന്നെ അറിയാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിയമസഭയിലേക്ക് സീറ്റ് നിഷേധിക്കുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തപ്പോഴൊക്കെ ചിറ്റപ്പൻ ജയരാജൻ പാർട്ടിയോട് പലപ്പോഴും പിണങ്ങിയതുമാണ്. MV ഗോവിന്ദൻ്റെ സംസ്ഥാന പര്യടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യവുമൊക്കെ CPMന് വളരെ കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അവസാനം LDF കൺവീനർ സ്ഥാനം കൊടുത്ത് സഖാവിനെ CPM കൂടെ നിർത്തിയെങ്കിൽ കൂടിയും ജയരാജൻ്റെ മനസ്സ് സംതൃപ്തനായിരുന്നില്ല, ജയരാജനും സംതൃപ്തനായിരുന്നില്ല. 100 കോടി മുടക്കിൽ സഖാവ് പി ജയരാജൻ റിസോർട്ട് പണിയുന്നതിനെതിരെ പി ജയരാജൻ CPM നേതൃയോഗത്തിൽ ആഞ്ഞടിച്ചപ്പോഴും ചിറ്റപ്പൻ ജയരാജനെതിരെ കടുത്ത വിമർശനം പാർട്ടിയിൽ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. മന്ത്രിയായിരിക്കെ അനുജത്തിയെയും അമ്മായിയെയും ബന്ധുമിത്രാദികളെയും എല്ലാം ലക്ഷം ശമ്പളത്തിൽ നിയമിച്ചതും 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത കുടുംബാംഗങ്ങളെ ഉന്നത പദവികളിൽ ഇരുത്തി വാഴിച്ചതുമൊക്കെ ചില്ലറ നാണക്കേടല്ല ഈ പാർട്ടിക്ക് പി ജയരാജൻ സമ്മാനിച്ചത് എന്നുള്ളതാണ്. പാർട്ടിയെ വിറ്റ് ശതകോടികൾ സമ്പാദിച്ച ഒട്ടേറെ സഖാക്കൾ CPMൽ ഉണ്ടെന്നതിൽ ആർക്കും തന്നെ സംശയമില്ല കേട്ടോ. തങ്ങളുടെ നേതാക്കൾ നയാ പൈസ മോഷ്ടിക്കില്ലെന്നും അഴിമതി നടത്തില്ലെന്നും കോടികൾ കോഴ വാങ്ങിയില്ലെന്നും ധരിക്കുന്നത് വെറും പൊട്ടന്മാരായിട്ടുള്ള അടിമാണികൾ മാത്രമാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ CPMന് കിട്ടിയ ഒന്നാം കട പാരയായിപ്പോയി ചിറ്റപ്പൻ ജയരാജൻ BJPയിലേക്ക് പോകാൻ കുപ്പായം തുന്നി എന്നുള്ള കഥ. ആ കഥ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് BJP നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ നടത്തിയത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അന്ന് BJPയിൽ ചേരാനിരുന്നത് മുതിർന്ന CPMൻ്റെ നേതാവും ഇടതുപക്ഷ കൺവീനറും കൂടിയായിട്ടുള്ള പി ജയരാജനാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചതോടെ CPM നേതൃത്വമെന്ന് പറയപ്പെടുന്ന ആകെ നാണം കെട്ട് തല താഴ്ത്തിയ നിലയിലായി മാറുകയും ചെയ്തു. പി ജയരാജൻ BJPയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിൽ 90% തയ്യാറായിരുന്നുവെന്നും പിണറായി വിജയൻ്റെ കൊട്ടേഷൻ ഭയന്ന് അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതോടുകൂടി പിണറായിക്കും കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂട്ടുകെട്ടുകളിൽ പി ജയരാജൻ ജാഗ്രത പുലർത്തണമെന്ന് നേരത്തെയും പലവട്ടം ഇക്കാര്യങ്ങൾ ജയരാജനോട് പറഞ്ഞിട്ടുണ്ടോ എന്നും ജയരാജൻ ജാഗ്രത പുലർത്തുന്നില്ല എന്നും പിണറായി വിജയൻ തുറന്നടിക്കുകയും ചെയ്തു. അദ്ദേഹം പാപിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാപിയായി മാറുമെന്നുള്ള പഴഞ്ചൊല്ല് പറഞ്ഞ ജയരാജൻ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്നുകൂടി പിണറായി പറഞ്ഞു വെക്കുകയും ചെയ്തു. അടുത്ത CPM സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് പിണറായിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി ജയരാജൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDFൻ്റെ കൺവീനറുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയപ്പെടുന്ന യാതൊരു കമ്മ്യൂണിസ്റ്റിനെയും പോലെ തന്നെ വളരെ വലിയ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതം ആവേശമുയർത്തുന്നതാണ് എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് താനും. പി ജയരാജൻ പരീക്ഷകൾ പാസ്സായിട്ടില്ലെങ്കിലും പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും വീഴുന്ന ആളാണ് എന്ന് CPM മുൻപേ തന്നെ മനസ്സിലാക്കിയതാണ് എന്നുള്ളതാണ്. നയാ പൈസ കയ്യിലില്ലാത്ത രാഷ്ട്രീയത്തിലെത്തിയ പി ജയരാജൻ ഇന്ന് എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള സമ്പന്നനാണ് എന്നതിന് തെളിവായിരുന്നു ഈ വിവാദപരമായിട്ടുള്ള റിസോർട്ട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ആയുർവേദ റിസോർട്ടെന്നും തിരുമ്മ കേന്ദ്രമെന്നുമൊക്കെ പറഞ്ഞാലും കുന്നിടിച്ചു പണിത സ്ഥാപനം അത് പഞ്ചനക്ഷത്ര ഹോട്ടലും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് പാർട്ടി തന്നെ പിന്നീട് കണ്ടെത്തിയത് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള പി ജയരാജൻ ഈ ആരോപണം ചിറ്റപ്പനെതിരെ ഉന്നയിച്ചപ്പോൾ തന്നെ പിണറായി പി ജയരാജനെ കണ്ണുരുട്ടി നാവടപ്പിച്ചു. ഇനി പി ജയരാജന് CPMൽ നിലനിൽപ്പില്ല, ആകെ ചീറ്റിയ സഖാവ് ഒന്നുകിൽ പണി നിർത്തും അല്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പി ജയരാജനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പി ജയരാജനെതിരെ തുറന്നടിക്കുവാൻ തുടങ്ങിയ കാരണങ്ങളടക്കം ബന്ധു നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ സ്വീകരിച്ച നിലപാടുകളടക്കം പലപ്പോഴും പി ജയരാജനെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മുഴുപട്ടിണിയിൽ നിന്ന് ഇങ്ങനെ കോടീശ്വരനിലേക്കുള്ള ദൂരം എന്താണ് എന്ന് അളന്നു നോക്കുവാൻ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ അത്തരത്തിലൊരു ഉപകരണമുണ്ടെങ്കിൽ അത് വെച്ച് അളന്നു നോക്കിയാൽ അഴിമതിയുടെ കണക്കെത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പി ജയരാജൻ അടക്കമുള്ള CPMൻ്റെ നേതാക്കളിൽ പലരും പണം വാങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും ഉദാഹരണവുമാണ് ഇത് എന്ന് പറയേണ്ടി വരും.
ഏതൊക്കെ തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചാലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർത്തുവാനും എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എന്ന് CPM-നുള്ളിൽ തുറന്നടിച്ചാലും പണം വാങ്ങിയവനും അഴിമതി നടത്തുവനും പാർട്ടിക്ക് പുറത്ത് തന്നെ പോകേണ്ടത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലൊരാളെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന, പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ നടത്തുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള EP ജയരാജന് പടിയിറക്കത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പടിക്ക് പുറത്താക്കുക തന്നെ ചെയ്യും ജയരാജനെ പിണറായി.